ഷിബിൻ ജോർജ് ചെളിക്കവട്ടത്തിൻ്റെ ഇനി ആ ശലഭങ്ങൾ പറക്കട്ടെ എന്ന പുസ്തകത്തിലെ ഒരു ചെറിയ കഥ. ഓർമ്മയിൽ ഒരു മയിൽപ്പീലി. സ്കൂൾ പഠനകാലത്ത് ഏതെങ്കിലും ഒരു പുസ്തകത്താളിൻ്റെ ഇടയിൽ മാനം കാണാതെ ഒളിച്ചു വയ്ക്കുന്ന ഒരു മയിൽപ്പീലി ഉണ്ടാകും. അങ്ങനെ സൂക്ഷിച്ചാൽ ആ മയിൽപ്പീലി പ്രസവിക്കുമത്രേ. ബാല്യത്തിലെ കൗതുകമാർന്ന ഒരറിവായിരുന്നു അത്. ഈ അനുഭവം പലരുടെയും സ്വന്തമായിരുന്നു. അതവരുടെ നിഷ്കളങ്കതയായിരുന്നു. പുസ്തകത്താളിൽ 2 മയിൽപ്പീലി ഉണ്ടെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന കൂട്ടുകാരൻ ചോദിക്കുമായിരുന്നു, ഒരെണ്ണം എനിക്ക് തരുമോടാ. ആദ്യമൊന്നും അടിക്കുമെങ്കിലും പിന്നീട് അതിലൊന്നെടുത്ത് കൈ രണ്ടും പൊത്തിപ്പിടിച്ച് അവൻ്റെ പുസ്തകത്താളിൻ്റെ അടിയിലേക്ക് സൂക്ഷ്മതയോടെ വെച്ചു കൊടുക്കുന്നത് ഇന്നും ഓർമ്മയിലുണ്ട്. മാനം കണ്ടാൽ അത് പ്രസവിക്കില്ലത്രേ. സ്നേഹത്തിൻ്റെയും നിഷ്കളങ്കതയുടെയും പങ്കുവെക്കലിൻ്റെയും ഒരു ജീവൻ്റെയും കരുതൽ എത്രത്തോളം അനുഭവിച്ച ഒരു ബാല്യകാലമായിരുന്നു. ഇങ്ങനെ എത്രയെത്ര അനുഭവങ്ങൾ. മാനം കാണാതെ സൂക്ഷിച്ചു വെച്ച ആ മയിൽപ്പീലി ഇന്നും പഴയ പുസ്തകത്താളുകളുടെ ഇടയിൽ ഒന്ന് മറിച്ചു നോക്കിയാൽ വീണ്ടും കാണാൻ കഴിയും. അതെ, ഞാനിടയ്ക്ക് മറിച്ചു നോക്കാറുണ്ട്. ആ പീലി ഇപ്പോഴും പ്രസവിക്കാതെ ഏകയായി അവിടെ തന്നെ ഒളിച്ചിരിക്കുന്നു. ഹൃദയത്തിൽ തൊട്ടാൽ ആ ബാല്യം, ആ ക്ലാസ് മുറികൾ, അധ്യാപകർ, കൂട്ടുകാർ, അങ്ങനെ പലതും ഓർമ്മയിൽ വന്നു നിറഞ്ഞു. ഒരിക്കലും സാധ്യമായില്ലെങ്കിലും കൊതിയോടെ തിരികെ പോകാൻ കൊതിക്കുന്ന കാലം. മനസ്സൊന്ന് പതറുമ്പോൾ നിങ്ങളും ഇടയ്ക്കൊന്ന് മറിച്ചു നോക്കണം. ജീവിതത്തിൽ നാം സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഒത്തിരി മയിൽപ്പീലികൾ, നമ്മുടെ ബാല്യം, കൊതിയോടെ വീണ്ടും തിരികെ പോകാൻ കൊതിക്കുന്ന കാലം.